സോ ഞാൻ പുതിയതായിട്ടൊരു ക്രെഡിറ്റ് കാർഡ് കൂടി എടുത്ത കാര്യം കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡാണ് എടുത്തത്. ആ ഒരു കാർഡിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു. ഞാൻ ആദ്യം 2 മന്ത് മുമ്പ് ഫോൺ പേ ആപ്പ് വഴി ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി റിജക്റ്റ് ആയി. കാരണം ആ ഒരു സമയത്ത് എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കുറച്ച് എറേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് സ്കോർ ഡൗൺ ആയ സമയമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്തപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. പിന്നെ പുതുതായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിരുന്നില്ല. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ റെസ്യൂം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയ സമയത്ത് വീണ്ടും പുതിയതായിട്ട് ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൽ വന്നു. സോ ഞാൻ ക്ലിക്ക് ചെയ്തു, അപ്ലൈ ചെയ്തു. ഓൾറെഡി എനിക്ക് SBI കാർഡ്സിൻ്റെ ക്യാഷ് ബാക്ക് കാർഡും ഉണ്ട്. എങ്കിലും ഇത് ഫോൺ പേയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബ്രാൻഡഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എല്ലാം കൊടുത്തു. ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. അതായത് ഇൻകം പ്രൂഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ എടുത്തതിൽ 2 കാർഡുകൾക്ക് മാത്രമാണ് ഇൻകം പ്രൂഫ് അവർ ചോദിച്ചത്. ഫസ്റ്റ് ഞാൻ ആദ്യം കാർഡ് എടുത്തപ്പോൾ HDFC ബാങ്കിൻ്റെ മണി ബാഗ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആയിരുന്നു. ആ ഒരു കാർഡ് എടുത്ത സമയത്ത് പിന്നെ ഞാൻ ആക്സിസ് ബാങ്കിൻ്റെ ഒരു AS വേരിയൻ്റ് കാർഡ് ഉണ്ടായിരുന്നു. അതും ഞാൻ ഓഫ്ലൈനായിട്ട് ഒക്കെയാണ് എടുത്തത്. ആ ഒരു സമയത്തും എനിക്ക് ഒരു ഇൻകം പ്രൂഫ് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിരുന്നു, IT റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെൻറ്റ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാർഡിനും ഇൻകം പ്രൂഫോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഇതിനും ചോദിച്ചില്ല. ഒരു വീഡിയോ KYC ഉണ്ടായിരുന്നു. നമ്മുടെ പാനിൻ്റെ ഫിസിക്കൽ അവർ വീഡിയോയിലൂടെ ചോദിക്കും, അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. പിന്നെ ബേസിക്കായിട്ട് കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ കാർഡ് അപ്രൂവ് ആയി. ലിമിറ്റ് 2,63,000 രൂപയാണ് കിട്ടിയത്. എനിക്ക് എൻ്റെ SBI ക്യാഷ് ബാക്ക് കാർഡിൽ 90,000 രൂപയായിരുന്നു ലിമിറ്റ്. അപ്പോൾ ഇത് ഷെയർ ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിനും കൂടെ 2,63,000 രൂപ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഏത് കാർഡ് ക്ലോസ് ചെയ്താലും നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡിന് ഈ ഒരു സെയിം ലിമിറ്റ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അത് ലിമിറ്റ് കുറയുകയോ ഒന്നും ചെയ്യുകയില്ല. കാർഡിന് അപ്ലൈ ചെയ്തു, കാർഡ് അപ്രൂവ് ആയി. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് SBI കാർഡിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. SBI കാർഡിൻ്റെ ആപ്പ് വഴി കാർഡ് ആക്ടിവേറ്റ് ചെയ്യുകയും അത് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുകയൊക്കെ ചെയ്യാം. അതിൻ്റെ വിർച്വൽ കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിനുള്ളിൽ കിട്ടും. പിന്നെ ഫിസിക്കൽ കാർഡ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഡെലിവറി ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഫിസിക്കൽ കാർഡ് ഡെലിവറി ആയിട്ടുണ്ട്. ഫിസിക്കൽ കാർഡ് വന്നു. അതിനൊപ്പം തന്നെ പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പിൻ്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട്. നമുക്ക് പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് മാത്രമാണ് കിട്ടുന്നത്. 2 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് മാത്രമാണ് കിട്ടുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർഡുണ്ട്, മെമ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫ്രീ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തായാലും ഈ ഒരു ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡും ഈ ഒരു പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് കാർഡും ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടിയത്. ഫോൺ പേയുടെ ബ്രാൻഡിങ് ഉണ്ട്, SBI കാർഡിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഒരു കാർഡിൻ്റെ നെയിം ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക്. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിരുന്നു. കുറച്ച് ദിവസമായി കാർഡ് കിട്ടിയിട്ട്. സോ കിട്ടിയപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തിരുന്നു. നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഈ ഒരു ബ്രോഷർ മാത്രമാണ് വരുന്നത്. ഈ ഒരു ബ്രോഷറും ഇതിനുള്ളിൽ തന്നെ കാർഡുമാണ് വരുന്നത്. മേക്ക് മോർ ഓൺ എവറി ട്രാൻസാക്ഷൻ ഇൻട്രൊഡ്യൂസിങ് ഫോൺ പേ SBI സെലക്ട് ബ്ലാക്ക് കാർഡ്. ഫോൺ പേയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് QR കോഡ് വഴി സ്കാൻ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം, വാട്സപ്പ് വഴി ആക്ടിവേറ്റ് ചെയ്യാം, പിൻ ജനറേഷൻ പ്രോസസ്സ് വഴി ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ സൈഡിലായിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിരിക്കുന്നത്. ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡ്. പിന്നെ ഇതിനുള്ളിൽ ഒരു പേപ്പർ കൂടി ഉണ്ട്. അതിനകത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്, അവൈലബിൾ ക്യാഷ് ലിമിറ്റ് എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഫോൺ പേ വഴി ഉള്ള സ്പെൻഡിങ്ങിന് 10% വാല്യൂ ബാക്ക്. പിന്നെ വെൽക്കം ഗിഫ്റ്റായിട്ട് 1,500 രൂപ വർത്തുള്ള ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചർ. പിന്നെ 5 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 5,000 രൂപ വർത്തായിട്ടുള്ള യാത്രയുടെ വൗച്ചർ കിട്ടും. പിന്നെ കോംപ്ലിമെൻ്ററി പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് വരും. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫീച്ചർ അറിയാനായിട്ട് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ കാണുക. ഡീറ്റെയിലായിട്ട് അതിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് കാർഡിൻ്റെ സേഫ്റ്റി ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളുടെ OTP, ക്രെഡിറ്റ് കാർഡ് ക്രെഡൻഷ്യൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ, മെയിൽ ID. പിന്നെ ഏറ്റവും ബാക്കിലായിട്ട് SBI കാർഡിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ, ഇമെയിൽ ID ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാർഡ് നോക്കാം. കാർഡ് ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് വരുന്നത്. ഇതാണ് കാർഡ്. ബ്ലാക്ക് കളറാണ്, പക്ഷേ മെറ്റലൊന്നും അല്ല, നോർമൽ പ്ലാസ്റ്റിക് കാർഡാണ്. പ്രീമിയം ക്വാളിറ്റി അങ്ങനെയൊന്നും പറയാനായിട്ടില്ല, നോർമൽ കാർഡാണ്. ഫോൺ പേയുടെ ബ്രാൻഡിങ് ഇവിടെയുണ്ട്. ചിപ്പ്, ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യും, അതിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഫോൺ പേയുടെ ലോഗോ സെൻട്രലായിട്ട് നല്ല വലിയ രീതിയിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർഡ് ഹോൾഡറിൻ്റെ നെയിം, പിന്നെ SBI കാർഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓപ്റ്റ് ചെയ്ത് റുപ്പേ വേരിയൻ്റ് കാർഡാണ്. സോ സെലക്ട് വേരിയൻ്റ് കാർഡാണ് കിട്ടുന്നത്. പക്ഷേ സെലക്ട് വേരിയൻറ്റിൻ്റെ ഇതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് വിസ വേരിയൻ്റ് അവൈലബിൾ ആണ്. പക്ഷേ റുപ്പേ വേരിയൻ്റ് എടുത്താൽ മാത്രമേ നമുക്ക് UPIയിൽ ആഡ് ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് റുപ്പേ ഓപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ വിസയെ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബാക്ക് സൈഡിലായിട്ട് കാർഡ്
കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇത് റുപേ കാർഡ് ആയതുകൊണ്ട് തന്നെ JCBയുടെ എംബ്ലവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് JCB സപ്പോർട്ട് ചെയ്യുന്ന ടെർമിനലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇതാണ് ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രയോറിറ്റി പാസും കൂടി വന്നിട്ടുണ്ട്. ഇതാദ്യം പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഒരു മെമ്പർഷിപ്പ് മാത്രമാണ്. 2 വർഷമാണ് വാലിഡിറ്റി വരുന്നത്. നമുക്ക് ഫ്രീ ആക്സസ് വരുന്നില്ല. നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെമ്പർഷിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പ്രയോറിറ്റി പാസിന് അണ്ടറിലുള്ള എയർപോർട്ട് ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും റേറ്റിൽ. അതിൻ്റേതായുള്ള കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാതെ ഫ്രീ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നോർമലി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മറ്റു കാർഡുകളൊക്കെ ആണെങ്കിൽ പ്രയോറിറ്റി പാസ് വഴി കോംപ്ലിമെൻ്ററി ആയിട്ട് ഇത്ര തവണ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള നമുക്ക് ഫ്രീ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഫ്രീ ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അത് ജസ്റ്റ് ഒരു പേപ്പർ ബുക്ക്ലെറ്റ് പിന്നെ ആ ഒരു പ്രയോറിറ്റി പാസുമാണ് വരുന്നത്. ഇതാണ് പ്രയോറിറ്റി പാസ്. നോർമലി നമുക്ക് ഇതിന് മുമ്പ് കിട്ടുന്ന പ്രയോറിറ്റി പാസ് സെയിം കാർഡ് തന്നെയാണ്. കാർഡ് നമ്പർ ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ നമ്മുടെ എക്സ്പയറി ഡേറ്റ്, ഇത് 2 വർഷമാണ് ഈ മെമ്പർഷിപ്പ് ഒരു ഓഫർ ചെയ്യുന്നത്. സോ 2 വർഷമായിരിക്കും എക്സ്പയറി ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രയോറിറ്റി പാസിൻ്റെ അണ്ടറിലുള്ള ലോഞ്ചിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രയോറിറ്റി പാസ് മെമ്പറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോഞ്ച് ലിസ്റ്റ് നമുക്ക് പ്രയോറിറ്റി പാസിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പ്രയോറിറ്റി പാസിൻ്റെ ഇതിൻ്റെ ഒരു വാലിഡിറ്റി വരുന്നത് 24 മാസമാണ് ഇഷ്യൂ ഡേറ്റ് മുതൽ. ലോഞ്ച് ആക്സസ് ചെയ്യുന്നതിൻ്റെ ചാർജ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരുന്നത്. നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്ത് 30 മുതൽ 60 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ആഡായിട്ട് വരും. സോ നമ്മൾ ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഐറ്റമാണ് ഡെലിവറി ചെയ്യുന്നത്. നമുക്ക് ഫിസിക്കൽ കാർഡിൻ്റെ ഒപ്പം തന്നെ പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് കാർഡ് കൂടി ലഭിക്കും. ഇത് ഫോൺ പേയും SBI കാർഡുമായി ചേർന്നുകൊണ്ട് പുറത്തിറക്കുന്ന ഒരു കോപ്പറേറ്റഡ് കാർഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ ഒരു കാർഡ് മാനേജ്മെൻറ്റ് ഓപ്ഷനൊക്കെ നമുക്ക് ഫോൺ പേയുടെ ആപ്പിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ കോമഡിയാണ്, ഞാൻ കാണിച്ചു തരാം. അത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു QR കോഡൊക്കെ കാണിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിന് തൊട്ട് മുകളിൽ കാർഡ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ നമുക്ക് നമ്മുടെ കാർഡ് നെയിം കാണിക്കും. മാനേജ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് കാർഡ് കൺട്രോൾ ആണ്, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷൻ SBI കാർഡിൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനാണ്. സോ ഇതിനുള്ളിൽ തന്നെ ഇന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല. നേരെ SBI കാർഡിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ആണ്, അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രെഡിറ്റ് കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. അത് SBI കാർഡ് ആയതുകൊണ്ടല്ല, അത് ഇവരുടെ കോപ്പറേറ്റഡ് കാർഡ് ആയതുകൊണ്ടല്ല, നമുക്ക് ഏത് കാർഡിൻ്റെ ബില്ല് ഫോൺ പേ വഴി അയക്കാം. ഇപ്പോൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് SBI കാർഡ് ആണെന്ന് സെലക്ട് ചെയ്തവർ പ്രോഗ്രാം വഴി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കാർഡിൻ്റെ 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുന്നു, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്യാം. റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനുള്ള ഓപ്ഷനാണ്. പക്ഷേ റിഡീം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതും സെയിം ആണ്. SBI കാർഡിലേക്ക് മെയിൽ ചെയ്യാനായിട്ടാണ് ഇവർ പറയുന്നത്. അല്ലാതെ അത് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനുള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ UPI പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. മാനേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റീസെറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റീസെറ്റ് ആണെങ്കിൽ റീസെറ്റ് പിൻ ടിക്ക് ചെയ്യുക. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. UPI പിൻ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ റെഫറൽ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ഫോൺ പേ SBI കാർഡ് റെഫറൽ ചെയ്യാനായിട്ട് സാധിക്കും. റെഫറൽ ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കിട്ടുമോ ഇല്ലെന്നും. എന്തായാലും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. അപ്പോൾ അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ കാർഡ് ബെനിഫിറ്റ്, നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവരുടെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരും. സോ കാർഡിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കാണാം. സോ ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഫോൺ പേയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. പലതും കോമഡിയാണ്. പിന്നെ കാർഡ് മാനേജ് ചെയ്യുന്നത് നമ്മുടെ SBI കാർഡ് ആപ്പിൽ തന്നെയാണ്. നമ്മുടെ SBI കാർഡ് ആപ്പിനുള്ളിൽ ആ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. സെയിം ആണ് നമ്മുടെ നോർമൽ മറ്റു SBI കാർഡ്സിൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന പോലെ മാനേജ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കാണിക്കും, അതുപോലെ തന്നെ ലിമിറ്റ് യൂട്ടിലൈസ്ഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കാർഡ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ നടത്തിയുള്ള റീസെൻറ്റ് ട്രാൻസാക്ഷൻസ്, പിന്നെ എത്ര റിവാർഡ് പോയിന്റ് ഇതുവരെ കിട്ടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പ് വഴി തന്നെ അറിയാം. അൺബിൽഡ് ട്രാൻസാക്ഷൻ അറിയാം. ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മുടെ നോർമൽ SBI കാർഡ് എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോൺ പേ SBI കാർഡ് നമുക്ക് SBI കാർഡ്സിനെ മൊബൈൽ ആപ്പ് വഴി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി